Hello everyone, welcome to my channel. This is going to hurt just a little bit എന്ന് പറയുന്ന ഒരു പോയമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓഗ്ഡൻ നാഷ് എന്നൊരു അമേരിക്കൻ പോയറ്റ് എഴുതിയ പോയമാണ് ഇത്. എക്സാജറേഷൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എക്സാജറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കാര്യത്തെ പറ്റി നമ്മൾ കുറച്ച് ഓവറായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഹൈപ്പ് കൂട്ടി പറയുന്നത്, കുറച്ച് കൂട്ടി ഇത്തിരിയോടെ അടിപൊളിയാവട്ടെ എന്ന് എഴുതി നമ്മൾ കുറച്ച് കൂട്ടി പറയില്ലേ, ശരിക്കും അത്രയൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ ഇത്തിരി കൂട്ടി പറയുന്നു. അതിനെയാണ് എക്സാജറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പോയറ്റ് എക്സാജറേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയമിന് ഒരു ഹ്യൂമറസ് ഇഫക്റ്റ് കൊടുക്കുന്നതിന് പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്കാണ് എക്സാജറേഷൻ. ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. Written by Ogden Nash. One thing I like less than most things is sitting in a dentist chair with my mouth wide open. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തതുണ്ട്. അതിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഡെൻറ്റിസ്റ്റിൻ്റെ ചെയറിൽ ചെന്ന് മൗത്ത് വൈഡ് ഓപ്പൺ ചെയ്ത് ഇരിക്കുക എന്നുള്ളതാണ്. ഡെൻറ്റിസ്റ്റ് ചെയറിൽ ചെല്ലുമ്പോൾ, ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ മൗത്ത് ഓപ്പൺ ചെയ്തിരിക്കണം. ഇവിടെ മൗത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യമാണ് നമ്മുടെ പോയിറ്റിന് ഒട്ടും ഇഷ്ടമല്ലാത്തതായിട്ട് ഉള്ളത്. ആൻഡ് ദാറ്റ് ഐ വിൽ നെവർ ഹാവ് ടു ഡു ഇറ്റ് അഗെയിൻ ഇസ് എ ഹോപ്പ് ദാറ്റ് ഐ എം അഗെയിൻസ്റ്റ് ഹോപ്പൻ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇനി ഇവിടേക്ക് വരേണ്ടി വരില്ല, ഇതേപോലെ ഇനി ഇരിക്കേണ്ട വരില്ല എന്നൊരു പ്രതീക്ഷയാണ് എൻ്റെ പ്രതീക്ഷകളുടെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളതെന്ന്. ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഇനി ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരില്ല എന്ന്. പക്ഷേ അത് നടക്കില്ല. പ്രതീക്ഷകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടേ സംഭവിക്കുള്ളൂ. പ്രതീക്ഷകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഇത്. അതായത് നമ്മളിങ്ങനെ ഹോപ്പ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ബിക്കോസ് സം ടോർച്ചേഴ്സ് ആർ ഫിസിക്കൽ ആൻഡ് സം ആർ മെൻ്റൽ. ഇനിയും നമ്മളിങ്ങനെ ഇവിടേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചില ടോർച്ചർ എന്ന് പറഞ്ഞാൽ സിവിയർ പെയിനായിട്ട് നമുക്ക് തോന്നുന്ന, സിവിയർലി നമ്മളെ ഹേർട്ട് ചെയ്യുന്നൊരു കാര്യം. ചില ടോർച്ചേഴ്സ് ഫിസിക്കലാണ്, നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. സം ആർ മെൻ്റൽ, ചിലത് നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ബട്ട് ദ വൺ ദാറ്റ് ഇസ് ബോത്ത് ഇസ് ഡെൻറ്റൽ. ഫിസിക്കലും അതേപോലെ മെൻ്റലും കൂടെ ഒരുമിച്ച് വരുന്നത് ഡെൻറ്റലിലാണ്. It is hard to be self-possessed with your jaw digging into your chest. Self-possessed എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എപ്പോൾ നമ്മുടെ ചെസ്റ്റിലേക്ക് നമ്മുടെ ജോ ഡിഗ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ മൗത്ത് ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ജോ മീനിങ് താടിയല്ല് നമ്മുടെ ചെസ്റ്റിൻ്റെ നേരെ വരും. അതിവിടെ പോയിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ്. ജോ ഡിഗിങ് ഇൻ ടു യുവർ ചെസ്റ്റ്, നിങ്ങളുടെ ചെസ്റ്റിലേക്ക് താടിയിൽ കുത്തി ഇറക്കി, അതായത് ഇങ്ങനെ തുളച്ച് കയറുമെന്ന്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, പക്ഷേ ഇവിടെ പോയിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ മൗത്ത് ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കാമായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് ഇരിക്കാനായിട്ട് സാധിക്കില്ല. സോ ഹാർഡ് ടു റിറ്റെയിൻ യുവർ കാം വെൻ യുവർ ഫിംഗർ നെയിൽസ് ആർ മേക്കിംഗ് സീരിയസ് ഓൾട്രേഷൻസ് ഇൻ യുവർ ലൈഫ് ലൈൻ ഓർ ലവ് ലൈൻ ഓർ സം അതർ ഇമ്പോർട്ടൻറ്റ് ലൈൻ ഇൻ യുവർ പാം. അതേപോലെ തന്നെ നമ്മുടെ കാംനെസ് റിറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാംനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. എപ്പോൾ വെൻ യുവർ ഫിംഗർ നെയിൽസ് ആർ മേക്കിംഗ് സീരിയസ് ഓൾട്രേഷൻസ് ഇൻ യുവർ ലൈഫ്. വെൻ യുവർ ഫിംഗർ നെയിൽസ് ആർ മേക്കിംഗ് സീരിയസ് ഓൾട്ടറേഷൻസ് ഇൻ യുവർ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ വിരലിലുള്ള നഖം കൊണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ ഓൾറെഡി കയ്യിൻ്റെ അകത്ത് ഈ ലൈൻസ് ഉണ്ട് അല്ലേ, നമ്മുടെ കയ്യിൽ കുറേ വരകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈ മുറുക്കി പിടിക്കുമ്പോൾ ഫിംഗർ നെയിൽസ് കൊണ്ട് ആ വരകളിൽ ചേഞ്ചസ് വരുത്തുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിപ്പോൾ നമ്മുടെ ലൈഫിലെ വരകളാവാം, ലവ് ലൈനിലാവാം, ഏതെങ്കിലും ഒരു നമ്മുടെ പാമിലുള്ള ഇമ്പോർട്ടൻറ്റ് ലൈനിലാണ് ഓൾട്രേഷൻസ്, ചേഞ്ചസ് വരുത്തുന്നത്. So hard to give your usual effect of cheery benignity when you know your position is one of the 2 or 3 in life most lacking in dignity. അതേപോലെ തന്നെ നമുക്ക് ഒരു ബെനിഗ്നിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നന്മ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചിയറി ആയിട്ട് നല്ലൊരു സന്തോഷമായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. എപ്പോൾ നിങ്ങളുടെ പൊസിഷൻ, ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലൈഫിൽ നമ്മുടെ ആ ഒരു അന്തസ്സ് പോയിട്ടിരിക്കുന്ന
ഒരു സിറ്റുവേഷനാണ് വായ തുറന്ന ഒരാളുടെ ഫ്രണ്ടിലിരിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഒരിക്കലും ചെയർഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല. ആൻഡ് യുവർ മൗത്ത് ഇസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് ഗോഡ് ദാറ്റ് ഈസ് ബീങ് വർക്ക്ഡ് ഓൺ. ഇപ്പോൾ നിങ്ങളുടെ മൗത്ത് എന്ന് പറയുന്നത് ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡ് പോലെയാണ്. ഓക്കെ. And it is all cluttered up with stone crushers and concrete mixers and drills and steam rollers, and there is not a nerve in your head that you are not being worked on. ഇപ്പോൾ നിങ്ങളുടെ മൗത്ത് റോഡ് പണി നടക്കുന്ന പോലെയാണ്. ഇറ്റ് ഈസ് ഓൾ ക്ലട്ടേഡ് അപ്പ് വിത്ത് സ്റ്റോൺ ക്രഷേഴ്സ്. ക്ലട്ടേഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയും കൂട്ടിയിട്ടിരിക്കുന്നത്. അതേപോലെയാണ് എൻ്റെ സ്റ്റോൺ ക്രഷേഴ്സ് ഉണ്ട്, കോൺക്രീറ്റ് മിക്സേഴ്സ്, ഡ്രിൽസ്, സ്റ്റീം റോളേഴ്സ്, ഇതെല്ലാം റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാനും അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ദർ ഈസ് നോട്ട് എ നെർവ് ഇൻ യുവർ ഹെഡ് ദാറ്റ് യു ആർ നോട്ട് ബീങ് വർക്ക്ഡ് ഓൺ. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ തലയിൽ ഒരു നെർവ് പോലും ഇല്ല ഇത് എഫക്റ്റ് ചെയ്യാതായിട്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ എല്ലാ നെർവ്സിനെയും ഇപ്പോൾ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സം പീപ്പിൾ ആർ അൺഫോർച്ചുനേറ്റ് ഇനഫ് ടു ബി സ്ട്രങ് അപ്പ് ബൈ തംസ്. ചിലവർക്ക് ഭാഗ്യമില്ല, അവർക്ക് എന്താ പറയുക, ഈ ഒരു പെയിൻ അല്ലെങ്കിൽ ഇവർക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ തംസ് വെച്ചിട്ട് നമ്മുടെ ഡോക്ടർ അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് ചില പല്ലിങ്ങനെ തംസ് വെച്ചിട്ട് വിരൽ വെച്ച് ഇങ്ങനെ മുറുക്കും. അപ്പോൾ ചിലവർക്ക് ആ ഒരു പെയിൻ സഹിക്കേണ്ടി വരും. ആൻഡ് അതേഴ്സ് ഹൗ തിങ്സ് ഡൺ ടു ദെയർ ഗംസ്. ചിലവർക്ക് അവരുടെ മോണയിലാണ് ഈ ട്രീറ്റ്മെൻറ്റ്, മോണയിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ആൻഡ് യുവർ teeth are supposed to be being polished, but you have reason to believe that they are being demolished. നിങ്ങളുടെ ടീത്ത് ശരിക്കും പോളിഷാണ് ചെയ്യേണ്ടത്, സപ്പോസ് ടു ബീയിങ് പോളിഷ്ഡ്, ബട്ട് യു ഹാവ് റീസൺ ടു ബിലീവ് ദേ ആർ ബീങ് ഡിമോളിഷ്ഡ്. പക്ഷേ ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇത് ശരിക്കും ഡിമോളിഷ് എന്ന് പറഞ്ഞാൽ ഇടിച്ച് പൊളിച്ച് കളയുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ. ആൻഡ് ദ circumstance that adds most to your terror is that it's all done with a mirror. അതേപോലെ തന്നെ നമ്മുടെ പേടി കൂട്ടുന്ന വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ഒരു മിറർ യൂസ് ചെയ്തിട്ടാണ്. Because the dentist may be a bear, or as the Romans used to say, only they were referring to a feminine bear when they said it, an ursa. ഡെൻറ്റിസ്റ്റിന് ഇവിടെ ഒരു ബെയർ ആയിട്ടാണ് പറയുന്നത്. ബെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരടി. റോമൻസ് ഇവിടെ കരടിയെ എർസ എന്നിങ്ങനെ ഒരു ടേം വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഡെൻറ്റിസ്റ്റിനെ ഒരു എർസനോടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. ബട്ട് ഓൾ ദ സെയിം ഹൗ can you be sure when he takes his crowbar in one hand and mirror in the other, he won't get mixed up? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഓൾറെഡി ഒരു മിറർ വെച്ചിട്ടാണ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഒരു കയ്യിൽ ക്രോബാർ, അതായത് ക്രോബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറ്റത്ത് ഇങ്ങനെ ഒരു വളഞ്ഞു നിൽക്കുന്ന ഒരു സാധനമാണ്, ഒരു ടൂളാണ് ഡെൻറ്റിസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കയ്യിൽ മിറർ, ഒരു കയ്യിൽ ഇത്. മിററിൽ കൂടെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് തമ്മിൽ ഒരു എന്താ പറയുക, ചിലപ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളൊരു പ്രോബ്ലം വരില്ലേ എന്നാണ് പറയുന്നത്. ദ വേ യു ഡു വെൻ യു ട്രൈ ടു ടൈ എ ബൗ ടൈ വിത്ത് ദ എയ്ഡ് ഓഫ് എ മിറർ. നമ്മൾ ടൈ കെട്ടുമ്പോൾ, കണ്ണാടിയിൽ നോക്കി ടൈ കെട്ടുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ആൻഡ് ഫൊർഗെറ്റ് ദാറ്റ് ലെഫ്റ്റ് ഇസ് റൈറ്റ് ആൻഡ് വൈസ് വേഴ്സ. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകും. അങ്ങനെ തിരിച്ചും റൈറ്റ് ലെഫ്റ്റ് ആണെന്ന് നമ്മൾ മറന്നു. അപ്പോൾ ഡെൻറ്റിസ്റ്റിന് ഇങ്ങനെ കൺഫ്യൂഷൻ വരില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനൊരു മിസ്റ്റേക്ക് ഡെൻറ്റിസ്റ്റിനും വരില്ലേ? രണ്ടും തമ്മിൽ മിക്സ്ഡായി പോവോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ് ഹി സേസ് ദാറ്റ് വിൽ ബി ഓൾ. അവസാനം ഡെൻറ്റിസ്റ്റ് പറയാം കഴിഞ്ഞു. But it is not, because he then coats your mouth from cellar to roof with something that I suspect is generally used to put a shine on a horse's hoof. എന്നിട്ട് ലാസ്റ്റ് ഡെൻറ്റിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോഴ്സിൻ്റെ ഹൂഫ് എന്ന് പറഞ്ഞാൽ കുളമ്പ്, അതിനെ പോളിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് നമ്മുടെ വായിൽ പല്ലിലും ഒരു പോളിഷിങ് ഡെൻറ്റിസ്റ്റ് ചെയ്യും. ആൻഡ് യു ടോട്ടർ ടു യുവർ ഫീറ്റ് ആൻഡ് തിങ്ക്
well, it's all over now, and after all, it was only this once. And you totter എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആടി ഇങ്ങനെ നടക്കുന്നു. അതായത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആടി നടന്നിങ്ങനെ പോകുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഒരു തലയ്ക്കൊരു എന്താ പറയുക, ഒരു തല കറങ്ങുന്ന പോലെയല്ല, ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവല്ലേ. കാരണം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങുന്നില്ല ആ ചെയറിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ. ഇവിടെ ഒന്നൊരു ആടിയേ വരാം. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, വെൽ, ഇറ്റ്സ് ഓൾ ഓവർ നൗ, ആൻഡ് ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ഓൺലി ദിസ് വൺസ്. ഇതെല്ലാം കഴിഞ്ഞല്ലോ, അതായത് ഈ ഒരു തവണയും കൂടി ഉള്ളൂ എന്നൊരു സമാധാനം. ആൻഡ് ഹി സേസ് കം ബാക്ക് ഇൻ 3 months. അപ്പോഴായിരിക്കും ഡെൻറ്റിസ്റ്റ് പറയുക 3 മാസങ്ങൾ, മന്ത്സ് മീനിങ് മന്ത് തന്നെയാണ് കേട്ടോ, 3 മാസം കഴിയുമ്പോൾ വരണം തിരിച്ച്. ആൻഡ് ദിസ് ഓഫ് ഫേറ്റ് ഇസ്, ഐ തിങ്ക്, ദ മോസ്റ്റ് വിഷ്യസ് സർക്കിൾ ദാറ്റ് ദൗ എവർ സെൻറ്റസ്റ്റ്. അതായത് ഫേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വിധി, ഇതാണ് ഏറ്റവും വിഷ്യസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീത്ത ഒരു കാര്യം. ദാറ്റ് യു എവർ സെൻറ്റസ്റ്റ്, അതായത് വിധി അയക്കുന്ന, സെൻറ്റസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സെൻറ്റ് എന്നാട്ടോ. കവി ഇവിടെ തെറ്റിച്ചുപയോഗിക്കുന്നതാണ് ഈ സെൻറ്റസ്റ്റ് എന്നുള്ളൊരു വാക്ക്. അപ്പോൾ പറയാണ്, വിധി എനിക്ക് അയച്ചു തന്നേക്കുന്ന ഒരു ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ദാറ്റ് മാൻ ഹാസ് ടു ഗോ കണ്ടിന്യൂവലി ടു ദ ഡെൻറ്റിസ്റ്റ്. അതായത് മനുഷ്യന്മാർ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം. എന്തിനാണ്? ടു കീപ് ഹിസ് ടീത്ത് ഇൻ ഗുഡ് കണ്ടീഷൻ. ടീത്ത് നല്ല കണ്ടീഷനിലായിരിക്കാനായിട്ട് മനുഷ്യന്മാരെ എപ്പോഴും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകണം. When the chief reason he wants his teeth in good condition is so that he won't have to go to the dentist. അതായത് ഇവിടെ ഒരു ഐറണിയാണ് സംഭവിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പോകണം. എന്തിനാണ്? പല്ല് നല്ല കണ്ടീഷനിലായിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് വരേണ്ടി വരില്ല. ഇവിടെ ഒരു ഐറണിയാണ്. ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് എപ്പോഴും പോകണം. എന്തിനാണ്? ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാനായിട്ട്. അതായത് വേറെ പല്ലുവേദന അല്ലെങ്കിൽ പല്ലുകേട് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ പേരിൽ വരാതിരിക്കാനായിട്ട് എപ്പോഴും പോയി ചെക്കപ്പ് ചെയ്യണം. അങ്ങനെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി അവിടെ ചെല്ലണം. എന്തിനാണ്? പിന്നെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വരാതിരിക്കാനായിട്ട്. ഇവിടെ ഒരു ഐറണിയാണ് പോയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എപ്പോഴും ചോദിച്ചേക്കുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 2023 ക്വസ്റ്റ്യൻ പറയാം. Why does the poet dislike sitting on a dentist chair with his mouth wide open? എന്തുകൊണ്ടാണ് പോയിറ്റിന് ഡെൻറ്റിസ്റ്റിൻ്റെ ചെയറിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ലാത്തത്? എന്തുകൊണ്ടാണ്? The poet dislikes to sit on a dentist chair with his mouth wide open because it tortures him both physically and mentally. കാരണം എന്താണ്? ഇത് ഫിസിക്കൽ ടോർച്ചറും അതേപോലെ തന്നെ മെൻ്റൽ ടോർച്ചറും ആണ്. അതുകൊണ്ടാണ് പോയിറ്റിനത് ഇഷ്ടമല്ലാത്തത്. ഹി ഹാസ് ടു കീപ് ഹിസ് മൗത്ത് വൈഡ് ഓപ്പൺ വിത്ത് ദ ജോസ് ഡിഗിങ് ഇൻ ടു ദ ചെസ്റ്റ്. മൗത്ത് വൈഡ് ഓപ്പൺ ചെയ്തിരിക്കണം. അപ്പോൾ ചെസ്റ്റിൽ ഇങ്ങനെ ഡിഗ് ചെയ്തിട്ടായിരിക്കും ഇരിക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറയാം. Imagine that you are the dental doctor in the poem. This is going to hurt just a little bit. Someone comes to you seeking treatment. നിങ്ങളാണ് ഇവിടുത്തെ ഡെൻറ്റിസ്റ്റ് എന്ന് വിചാരിക്കുക. ഒരാൾ ട്രീറ്റ്മെൻറ്റിന് വന്നു. റൈറ്റ് 2 pieces of advice you would make after the treatment. ട്രീറ്റ്മെൻറ്റിന് ശേഷം നിങ്ങൾ 2 അഡ്വൈസ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. you would better. അപ്പോൾ you should brush your teeth twice a day. അത് പറയാമല്ലോ. You would better wash your mouth after each meal. ഇതും പറയാം. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച്, അതായത് ആൻഡ് യുവർ മൗത്ത് ഇസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് എന്ന് മുതൽ ബീങ് ഏർക്ക്ഡ് ഓൺ വരെയുള്ള ലൈൻസ് തന്നിട്ട് ഐഡൻറ്റിഫൈ ദ പോയം എന്ന് ചോദിച്ചിട്ടുണ്ട്. പോയം ഇതാണ്. ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ലൈൻ. അതേതാണ്? ആൻഡ് യുവർ മൗത്ത് ഇസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ്. ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് ലൈക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്? സിമിലി എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദി റൈമിംഗ് വേർഡ്സ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരിയുടെ അവസാനം വരുന്ന വാക്കുകൾ വെച്ച് പറയണം. അത് നോക്കിക്കേ. റൈമിംഗ്, അത് റൈം സ്കീമാണ്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ ടോണിൽ സൗണ്ട്സിൽ എൻ്റർ ചെയ്യുന്ന, ടോണല്ല സൗണ്ടിൽ എൻ്റർ ചെയ്യുന്ന വേർഡ്സ്. ഇപ്പോൾ നോക്കിയാൽ ഓൺ, സ്റ്റോൺ, അത് റൈം സ്കീമാണ്. മറ്റേ വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും വരുന്ന വാക്കുകൾ സിമിലർ ആണെങ്കിൽ അതിന് AB എന്ന് കൊടുക്കണം. അത്. നെക്സ്റ്റ് വൺ, ദ പോയം ഇസ് ഫുൾ ഓഫ്. എന്താണ് ഈ പോയട്രി ഫുൾ യൂസ് ചെയ്തിരിക്കുന്നത്?
Personification, alliteration, exaggeration. Answer is exaggeration. പിന്നെ and this of fate is I think the most vicious circle that thou ever sentest. ഈ ഒരു ലൈനിൻ്റെ ഐഡിയ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ലൈൻ എവിടെ നിന്ന് എടുത്തേക്കുന്നത് നിന്നുള്ളത് ആദ്യം എഴുതാം. പോയിറ്റിൻ്റെ പേര് എഴുതാം. എ മാൻ ഹാസ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെൻറ്റിസ്റ്റ് വിത്ത് ഹിസ് മൗത്ത് വൈഡ് ഓപ്പൺ. The dentist does all the works in the mouth as if a section of rod is being repaired. Going to the dentist is a torture, both mental and physical. The entire body is irritated. He would ask as to return in 3 months' time to complete his work. So the poet considers him as an evil encircled man. അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിൽ നിന്നും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബാക്കി ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ പോയട്രി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.